Good morning students. നമ്മൾ Fourier സീരീസിന്റെ ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് Fourier സീരീസ് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് പറയണം? ഓർത്തോഗണാലിറ്റി എന്താണെന്ന് പറയണമായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്തോഗണാലിറ്റിന്റെ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത Fourier സീരീസിലോട്ട് കടക്കാണ്. അതിനു മുൻപ് നമ്മൾ ഓർത്തോഗണാലിറ്റി എന്താ പഠിച്ചത്? രണ്ട് ഫംഗ്ഷന്റെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഓർത്തോഗണാലിറ്റി റിലേഷൻസ് എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓവർ എ പീരീഡ് P ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻസ് രണ്ട് ഫംഗ്ഷൻസ് വരുമ്പോൾ അല്ലെ കോസ് രണ്ട് ടേം കോസിന്റെ ടേം തന്നെ വരുമ്പോൾ അതുപോലെ സൈനും കോസും വരുമ്പോൾ അല്ലെങ്കിൽ രണ്ട് സൈനും വരുമ്പോൾ എന്തൊക്കെയാണ് ഇന്റഗ്രലിന്റെ വാല്യൂ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ് ഓർത്തോഗണാലിറ്റി റിലേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്തത് Fourier സീരീസ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? നമ്മൾ പറഞ്ഞു Fourier സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷൻസിനെ എന്തിലേക്ക് മാറ്റുകയാണ്? സൈൻ സീരീസിന്റെയും കൊസൈൻ സീരീസിന്റെയും ടേംസിലേക്ക് ഒരു ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സീരീസുകളിനെയാണ് നമ്മൾ Fourier സീരീസ് എന്ന് പറയാം. അപ്പോൾ ഒരു പി പീരിയോഡിൽ വരുന്ന അല്ലെങ്കിൽ പി പീരീഡ് നല്ല നമ്മൾ പറയാം ഇന്റർവെൽ -p to p ആകുമ്പോൾ എന്ന് വെച്ചാൽ ടോട്ടൽ പീരീഡ് p മൈനസ് p 2p ലെങ്ത്. അപ്പോൾ ഇന്റർവെലിന്റെ ലെങ്ത് -p to p അതായത് p മൈനസ് p 2p പീരീഡ് വരുന്ന കേസിൽ നമ്മൾ പീരീഡ് എന്ന് എഴുതുമ്പോൾ p തന്നെയാ പറയാം. നമ്മൾ p മൈനസ് p ലെങ്ത് എന്ന് പറയുന്നത് 2p ആവുന്ന കേസിലാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, ദ Fourier സീരീസ് ഓഫ് എ ഫംഗ്ഷൻ f ഡിഫൈൻഡ് ഓൺ ദ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ -p to p. ഇവിടുത്തെ ലെങ്ത് 2p ആണ്. ഈസ് ഗിവൺ ബൈ, ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, p പീരീഡിൽ വരുന്ന അല്ലെങ്കിൽ -p to p ഇന്റർവെലിൽ വരുന്ന Fourier സീരീസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അതാണ് f of x is equal to a0/2 plus sigma n equal to 1 to infinity an into cos n pi x by p plus bn into sin n pi x by p. ഇപ്പോൾ Fourier series of a function f of x over the period over the interval -p to p is given by f of x is equal to a0/2 plus sigma n equal to 1 to infinity an cos n pi x by p plus bn sin n pi x by p. അപ്പോൾ ഇതാണ് Fourier സീരീസിന്റെ ടേമിലേക്ക് നമ്മൾ എഴുതുമ്പോൾ f of x കിട്ടുന്നത്. ഇനി ഇതിൽ a0, an, bn എന്ന് പറയുന്നത് കോഎഫിഷ്യൻസ് ആണ്. ഈ കോഎഫിഷ്യൻസ് നമ്മൾ ഓയിലേഴ്സ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പം അങ്ങനെ കണ്ടുപിടിച്ച കോഎഫിഷ്യന്റ് ആണ് a0, an, bn. അപ്പോൾ ഓയിലർ ഫോർമുല ഇവിടെ വരുന്നത് a0 is equal to 1/p into integral -p to p f of x dx. an കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/p into integral -p to p f of x into cos n pi x by p dx. bn ആണെങ്കിൽ 1/p into integral -p to p f of x into sin n pi x by p dx. അപ്പോൾ ഒരു ഫംഗ്ഷൻ f of x തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ Fourier സീരീസിലേക്ക് മാറ്റണമെങ്കിൽ ആദ്യം വേണ്ടത് Fourier സീരീസിന്റെ ഡെഫിനിഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കാണാതെ പഠിക്കണം. Fourier സീരീസിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. f of x നെ ഈ ടേംസിലേക്ക് മാറ്റി എഴുതാം. വേറെ a0, an, bn കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. a0 കാണാൻ 1/p into integral -p to p f of x dx ചെയ്താൽ മതി. an ആണെങ്കിൽ 1/p into integral -p to p ഈ f of x ന്റെ കൂടെ cos n pi x by p dx ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. bn ആവുമ്പോൾ f of x ന്റെ കൂടെ ഇവിടെ കോസിന് പകരം സൈൻ. an-ന് കോസ്, bn-ന് സൈൻ്റെ ടേം ആണ് മൾട്ടിപ്ലൈ ചെയ്തേണ്ടി വരും. ഈ കോഎഫിഷ്യൻസിന് നമ്മൾ പറയുന്നത് Fourier കോഎഫിഷ്യൻസ് എന്നാണ്. അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ Fourier സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ f ഡിഫൈൻഡ് ബൈ f of x is equal to 0 for -2 less than h less than 0 and 1 for 0 less than h less than 2. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു f of x ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ Fourier സീരീസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. f of x എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? -2 to 0-ൽ 0യും 0 to 2-ൽ 1ഉം. അപ്പോൾ ഈ ഇന്റർവെൽ -p to p എന്നുള്ള ഫോമാണ്. -2 to 2 പറയുമ്പോൾ 2 - -2 4 ആണ് ലെങ്ത് വരുന്നത്. ദാറ്റ് ഈസ് നമുക്ക് 2 into 2 എന്നുള്ള ഫോമിലേക്ക് എഴുതാം. അപ്പോൾ -p to p എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. സോ നമുക്ക് ഈ ഫോമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? Fourier സീരീസ് കണ്ടുപിടിക്കാം. ഇവിടെ p-ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. -2 to 2 -p to p എന്നാ പറയാം. അപ്പോൾ p-ന്റെ വാല്യൂ ഇവിടെ 2 ആണ്. അപ്പോൾ Fourier സീരീസിന്റെ ഫോം നമുക്കറിയാം. f of x is equal to ഇത് തന്നെ a0/2 plus sigma n equal to 1 to infinity an into cos n pi x by p plus bn into sin n pi x by p. ഇനി നമുക്ക് ഈ കോഎഫിഷ്യൻസ് ആദ്യം കണ്ടുപിടിക്കാം. അതിനുശേഷം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ a0 കാണാനുള്ള ഫോർമുല 1/p into integral -p to p f of x dx എന്നാണ്. ഇവിടെ
പിൻ്റെ വാല്യൂ 2 ആണ്. സോ ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -2 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. പക്ഷേ എഫ് ഓഫ് എക്സിന് നമ്മൾ രണ്ട് ഇൻ്റർവൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ -2 to 2 നമുക്ക് രണ്ട് തവണയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഒന്ന് -2 to 0യും പിന്നെ 0 to 2. അപ്പോൾ ഇൻ്റർവൽ എന്ത് വരും? ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു -2 to 2 നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഇൻ്റഗ്രൽ -2 to 0 എഫ് ഓഫ് എക്സ്. ഇപ്പോൾ -2 to 0യിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താ 0 to 2ൽ 1 ആണ്. അപ്പോൾ 1 ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 0നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 തന്നെ. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 2 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 0 പ്ലസ് ലിമിറ്റ് എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ 0 പ്ലസ് എഴുതുമ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ 2 - 0. 2 - 0 എന്ന് വെച്ചാൽ 2. 2/2 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എ നോട്ടിൻ്റെ വാല്യൂ കിട്ടി 1 ആണെന്ന്. ഇനി എ എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ എൻ കാണാനുള്ള ഫോർമുല 1/p ഇൻറ്റു ഇൻ്റഗ്രൽ -p to p എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് nπs/p dx എന്നാണ്. പിൻ്റെ വാല്യൂ 2 ആണ് നമുക്കറിയാം. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -2 to 2 എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് nπs/p 2 dx. ഇവിടെ അതുപോലെ തന്നെ ഇൻ്റർവൽ -2 to 2നെ നമുക്ക് രണ്ടെണ്ണമാക്കി സ്പ്ലിറ്റ് ചെയ്യണം. -2 to 0യും ക്വസ്റ്റ്യൻ്റെ രണ്ട് ഇൻ്റർവൽ ആയതാണ് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ -2 to 0യും 0 to 2 ആയിട്ട് ഇൻ്റർവലിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 എല്ലാറ്റിനും കോമൺ ആണ്. അപ്പോൾ 1/2 ഇൻറ്റു -2 to 2നെ നമ്മൾ -2 to 0 എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് nπs/2 dx എന്ന് എഴുതണം. -2 to 0ലെ എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു കോസ് nπs/2 ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to 2. 0 to 2ലെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്. സോ 1 ഇൻറ്റു കോസ് nπs/2 dx വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 0നെ ഇൻ്റഗ്രേറ്റ് ഈ ടേം 0 ആയി പോകും. അപ്പോൾ 0 ഇൻ്റഗ്രൽ 0 പ്ലസ് 1 ഇൻറ്റു കോസ് nπs/2. ഇപ്പോൾ കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത സൈൻ ആണ്. അപ്പോൾ കോസ് ഓഫ് nπs/2ൻ്റെ ഇൻ്റഗ്രൽ സൈൻ ഓഫ് nπs/2 ഹോൾ ഡിവൈഡഡ് ബൈ nπs/2നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് ഡിനോമിനേറ്ററിൽ എഴുതണം. nπs/2 n π/2 കോൺസ്റ്റൻറ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. സോ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് nπ/2 ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 2 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/nπ/2 എന്നുള്ളത് 1/nπ/2 എന്ന് പറഞ്ഞാൽ 2/nπ ആണ്. അപ്പോൾ ഇത് മുകളിലേക്ക് വരുമ്പോൾ 2/nπ ഇൻറ്റു ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുത്താൽ സൈൻ nπ2 അതായത് 2nπ/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ സൈൻ 0. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. പക്ഷേ സൈൻ 2nπ/2 സൈൻ nπൻ്റെ വാല്യൂ 0 സൈൻ 0 0. അപ്പോൾ ഇത് 0 ആയിപ്പോയി. ഇപ്പോൾ 1/nπ ഇൻറ്റു 0 ചെയ്താൽ എന്ത് തന്നെ വരിക 0 എന്ന് കിട്ടി. ഫോർ ഓൾ n ഈക്വൽ ടു 1 2 3 എക്സെട്ര. അപ്പോൾ n-ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടി. ഇനി അടുത്ത കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കേണ്ടത് bn ആണ്. bn കാണാനുള്ള ഫോർമുല 1/p ഇൻറ്റു ഇൻ്റഗ്രൽ -p to p എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ nπs/p dx വിച്ച് ഇസ് ഈക്വൽ ടു p നമുക്കറിയാം 2 ആണെന്ന്. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -2 to 2 എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ nπs/p 2 എന്ന് കൊടുത്തു dx. ഇവിടെ -2 to 2ന് പകരം നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ -2 to 0യും 0 to 2 ആണ്. അപ്പോൾ ഇൻ്റർവൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. 1/2 ഇൻറ്റു -2 to 2ൻ്റെ ഫസ്റ്റ് ഇൻ്റർവൽ എന്താ? -2 to 0. -2 to 0ലെ എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു സൈൻ nπs/2 dx പ്ലസ് ഇൻ്റഗ്രൽ 0 to 2. 0 to 2ലെ എഫ് ഓഫ് എക്സ് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു സൈൻ nπs/2 dx വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഈ ഫസ്റ്റ് ടേം 0 ആയിപ്പോയി. കാരണം 0 ഇൻറ്റു ചെയ്ത ഈ ഇൻ്റഗ്രൽ എന്താകും 0 ആയി. പ്ലസ് 1 ഇൻറ്റു സൈൻ nπs/2 dx. 1 ഇൻറ്റു സൈൻ nπs/2 എന്ന് വെച്ചാൽ സൈൻ nπs/2 തന്നെ. സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ്. അപ്പോൾ മൈനസ് കോസ് nπs/2 എന്ന് എഴുതി. പക്ഷേ സൈൻ എക്സ് ആണെങ്കിൽ മൈനസ് കോസ് എക്സ് എന്ന് എഴുതുള്ളൂ. എക്സിന് പകരം അവിടെ nπs/2 എന്നുണ്ട്. സോ അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിൽ എഴുതണം. അപ്പോൾ സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nπs/2 ഹോൾ ഡിവൈഡഡ് ബൈ nπs/2നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ nπ/2 ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to 2 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ അതുപോലെ തന്നെ 1/nπ/2 എന്നുണ്ട്. അത് ഇങ്ങോട്ട് എഴുതുമ്പോൾ 2/nπ എന്ന് എഴുതാം. ഇവിടെ മൈനസ് ഉണ്ട്. സോ -2/nπ ഇൻറ്റു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കേണ്ടത് 2 ആണ്. അപ്പോൾ കോസ് nπ ഇൻറ്റു 2 എന്ന് വരും. അതായത് കോസ് 2nπ/2 മൈനസ് കോസ് എക്സിന് 0 കൊടുത്താൽ കോസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. -1/nπ ഇവിടുത്തെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. കോസ് ഓഫ് nπ കോസ് nπൻ്റെ വാല്യൂ -1 n ആണ്. മൈനസ് കോസ് 0 കോസ് 0ൻ്റെ വാല്യൂ 1.
മൈനസ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? മൈനസ് ഓഫ് -1 റേസ് ടു n മൈനസ് മൈനസ് പ്ലസ് 1 എന്നാവും. സോ ഈ ആദ്യം 1 എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 1/n pi ഇൻറ്റു 1 മൈനസ് -1 ഹോൾ റേസ് ടു n ഫോർ ഓൾ n ഈക്വൽ ടു 1 2 3 എക്സെട്ര. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a നോട്ടിൻ്റെ വാല്യൂ 1 ആണെന്ന് കിട്ടി. an 0 ആണ്. bnൻ്റെ വാല്യൂ 1/n pi ഇൻറ്റു 1 മൈനസ് -1 ഹോൾ റേസ് ടു n. അപ്പോൾ നമുക്ക് കോഎഫിഷ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫൊറിയർ സീരീസിൻ്റെ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹെൻസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? a0/2 ആണ്. a0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an ഇൻറ്റു കോസ് n പൈ എക്സ് ബൈ പി. എൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു കോസ് n പൈ എക്സ് ബൈ പിക്ക് പകരം 2 പ്ലസ് bn ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ പി എന്നാണ്. bnൻ്റെ വാല്യൂ 1 മൈനസ് -1 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n പൈ ഇൻറ്റു സൈൻ n പൈ എക്സ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് ഇനി വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 ഇൻറ്റു കോസ് n പൈ എക്സ് ബൈ 2 ഇത് 0 ആയി പോയി. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി വാല്യൂസ് കൊടുക്കേണ്ടത്. ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്യാണ്. n ഈക്വൽ ടു 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് കൊടുത്താൽ എന്ത് വരും നോക്കാം. അപ്പോൾ ഫസ്റ്റ് സിഗ്മ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്നാണ്. അപ്പോൾ n ഈക്വൽ ടു 1 കൊടുക്കാം. അപ്പോൾ 1 മൈനസ് -1 റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 പൈ. -1 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ -1 തന്നെ. 1 മൈനസ് -1 1 പ്ലസ് 1 എന്നാവും. അപ്പോൾ 2/π ഇൻറ്റു സൈൻ എന്നിന് 1 പൈ എക്സ് ബൈ 2 പ്ലസ് n ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ -1ൻ്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 ഇത് 0 ആയിട്ട് പോയി. അപ്പോൾ n ഈക്വൽ ടു 2ന് 0 തന്നെയാണ് വാല്യൂ വരിക. ഇനി n ഈക്വൽ ടു 3 കൊടുത്താൽ വീണ്ടും ഇത് 1 മൈനസ് -1 ആവും. അപ്പോൾ 2/3π ഇൻറ്റു സൈൻ 3π എക്സ് ബൈ 2 4 കൊടുക്കുമ്പോൾ അഗെയിൻ ഇത് 0 ആവും. 5ക്ക് വാല്യൂ വരുള്ളൂ. 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/5π ഇൻറ്റു സൈൻ 5π എക്സ് ബൈ 2 പ്ലസ് എക്സെട്ര. അപ്പോൾ നമുക്ക് വാല്യൂസ് വരുന്നത് ഓഡ് വാല്യൂസ് ഓഫ് n മാത്രമാണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എല്ലാം കോമൺ ആയിട്ട് വരുന്നത് 2/π. ഇവിടെ 2/3π 2/5π അതാണ് വരുന്നത്. അപ്പോൾ 2/π എല്ലാ ടേമിനും കോമൺ ആണ്. അത് നമുക്ക് ഇത് സമ്മിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1/2 പ്ലസ് സമ്മിൽ നിന്ന് 2/π പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കിയുള്ളത് സൈൻ പൈ എക്സ് ബൈ 2 പ്ലസ് ഇതിൽ 2/π പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1/3 ഇൻറ്റു സൈൻ 3π എക്സ് ബൈ 2 പ്ലസ് ഈ ടേമിൽ 2/π പോയി കഴിഞ്ഞാൽ 1/5 ഇൻറ്റു സൈൻ 5π എക്സ് ബൈ 2 പ്ലസ് എക്സെട്ര. എക്സെട്ര കൊടുക്കുന്നത് ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ള കാരണമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് 2/π ഇൻറ്റു സൈൻ പൈ എക്സ് ബൈ 2 പ്ലസ് 1/3 സൈൻ 3π എക്സ് ബൈ 2 പ്ലസ് 1/5 സൈൻ 5π എക്സ് ബൈ 2 പ്ലസ് എക്സെട്ര എന്നുള്ളത് നമുക്ക് അങ്ങനെ സീരീസിലേക്ക് മാറ്റി എഴുതാം. ഇവിടെയുള്ളത് ഓഡ് നമ്പേഴ്സ് ആണ്. 3 5 ഇവിടെ ഉള്ളത് 1. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്നതും എന്താണ്? ഈ ഓഡ് നമ്പർ ആണ്. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1/1, ഇവിടെ 3 ആകുമ്പോൾ 1/3, ഇവിടെ 5 ആകുമ്പോൾ 1/5. 1/5 എന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓഡ് നമ്പർ ആണ് അല്ലേ? ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് n എന്ന് മാത്രം കൊടുത്താൽ പോരാ. n എന്ന് കൊടുത്താൽ എന്ത് നമുക്ക് കിട്ടുക? 0 1. അപ്പോൾ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആണെങ്കിൽ 1 2 3 എല്ലാ വാല്യൂസും വരും. 2n എന്ന് പറഞ്ഞാലോ 2 4 6 8 10 എക്സെട്ര എന്നുള്ള ടേം വരും. 2n നിന്ന് 1 കുറച്ചാൽ ഫസ്റ്റ് 2 മൈനസ് 1 1 എന്ന് കിട്ടും. 2n ചെയ്യുമ്പോൾ പിന്നെ 4 ആണ് വരിക. 4 മൈനസ് 1 3 6 മൈനസ് 1 5 7 അങ്ങനെ കിട്ടും. അപ്പോൾ ഈവൺ നമ്പർ ആണ് നമുക്ക് വരുന്നതെങ്കിൽ 2n എടുക്കുക. ഓഡ് നമ്പർ ആണെങ്കിൽ 2n മൈനസ് 1 ആണ്. അപ്പോൾ ഈ സമ്മേഷൻ്റെ ഉള്ളിൽ എന്ത് എഴുതിയാൽ മതി? ഫൊറിയർ സീരീസ് എന്തായി മാറും? 1/2 പ്ലസ് 2/π ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. ഇവിടെ നമുക്ക് വരുന്നത് ഓഡ് ടേംസ് ആണെന്ന് മനസ്സിലായി. 1/1 1/3 1/5. അതിന് പകരം 1/2n മൈനസ് 1 എഴുതാം ഇൻറ്റു സൈൻ പൈ എക്സ് ബൈ 2. ഇവിടെയും എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ പൈ എക്സിന് മുമ്പ് നമ്മളൊരു ടേം കൊടുക്കണം അല്ലേ? 2 മൈനസ് 1 ഇൻറ്റു പൈ എക്സ്. അല്ല ഇവിടെ ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ കിട്ടാൻ 2n മൈനസ് 1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 2n മൈനസ് 1 ഇൻറ്റു പൈ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതാണ് നമ്മൾ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ സീരീസ് വരുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ഫൊറിയർ സീരീസ് എന്ന് പറയും. നമ്മൾ ആദ്യം ആ ഫൊറിയർ സീരീസിൻ്റെ ഈക്വേഷൻ പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ ഈ കോഎഫിഷ്യൻസും പഠിക്കാം. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് where f of x is defined by f of x is equal to x for minus pi by 2 less than x less than or equal to pi by 2 and minus illa pi minus x if pi by 2 less than x less than 3 pi by 2. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ നേരത്തെ ചെയ്തത് പ്രോബ്ലത്തിൽ എങ്ങനെയായിരുന്നു? -2 to
2 എന്നുള്ള രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. -2 to 2, അതായത് -p to p എന്ന് രണ്ടും ഒരു സിമ്പിളിൽ മാത്രം വ്യത്യാസം വരുള്ളൂ. -p to p എന്നുള്ള ഫോം ആയിരുന്നു. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ -π/2 മുതൽ 3π/2 വരെയാണ് ഇൻ്റർവെൽ കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇത് -p to p എന്നല്ല, -π/2 to π/2 എന്നല്ല കൊടുത്തിട്ടുള്ളത്, -π/2 to 3π/2 എന്നാണ്. അപ്പോൾ നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോബ്ലം അല്ല, ഈ മോഡൽ അല്ല, അതായത് നമ്മൾ -p to p ആണെങ്കിലുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഈ മെത്തേഡിലല്ല ചെയ്യേണ്ടതെന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെയാണെന്നുണ്ടെങ്കിലും ലെങ്ത് 2p ആണോ എന്നാണ് നോക്കേണ്ടത് പ്രോബ്ലത്തിൽ. അപ്പോൾ 2 ഇൻറ്റു ഒരു പീരീഡ് എന്ന് പറയാൻ പറ്റും, 2 ടൈംസ് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ലെങ്ത് എത്രയാണ്? -π/2 മുതൽ 3π/2 വരെ പറയുമ്പോൾ ലെങ്ത് 3π/2 -π/2 ആണ് ലെങ്ത്. ക്ലോസ് ഇൻ്റർവൽ എ ബിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ b - a. അപ്പോൾ ഇവിടെ -π/2 മുതൽ 3π/2 വരെയുള്ളതിൻ്റെ ലെങ്ത് 3π/2 -π/2. അപ്പോൾ 3π/2 + π/2 എന്നാവും, ദാറ്റ് ഈസ് 4π/2 which is equal to 2π. അപ്പോൾ ഇവിടെ ലെങ്ത് വരുന്നത് എന്താണ്? 2π, 2p എന്നുള്ള ഫോമാണ് ലെങ്ത്. അപ്പോൾ പീരീഡ് 2p ലെങ്ത് ആണെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത് t ആയിരിക്കും. അപ്പോൾ 2π ലെങ്ത് ആയതുകൊണ്ട് പീരീഡ് p എന്ന് പറയുന്നത് π ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫൊറിയർ സീരീസിൻ്റെ ഡെഫിനേഷൻ എന്താണ്? f(x) അങ്ങനെയാണ് ഇതാ, a0/2 + σn = 1 to infinity an into cos nπs/p plus bn sin nπs/p. ഇതാണ് ഫൊറിയർ സീരീസിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ p എന്ന് പറയുന്നത് എന്താണ്? പൈ ആണ്. ഇവിടെ ഒരു പൈ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? a0/2 + σn = 1 to infinity an cos nπs/π, pൻ്റെ വാല്യൂ പൈ ആണ്, പ്ലസ് bn sin nπs/π. പൈയും പൈയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് ഇസ് ഈക്വൽ ടു a0/2 + σn = 1 to infinity an into cos nx plus bn sin ns എന്ന് കിട്ടി. അപ്പോൾ പീരീഡ് പൈ ആണെങ്കിൽ നമ്മുടെ ഫൊറിയർ സീരീസിൻ്റെ ഇക്വേഷൻ f(x) is equal to a0/2 + σn = 1 to infinity an cos nx plus bn sin nx ആയിരിക്കും. പീരീഡ് പൈ, p = പൈ ആണെങ്കിൽ ഫൊറിയർ സീരീസിൻ്റെ ഇക്വേഷൻ ഇതായിരിക്കും, a0/2 + σn = 1 to infinity an cos ns plus bn sin ns. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ 3 കോഎഫിഷ്യൻ്റ് ഉണ്ട്, ഫൊറിയർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം, a0, an, bn എന്നുള്ളത്. അപ്പോൾ a0 കാണാനുള്ള ഫോമിൽ എന്തായിരുന്നു? 1/p ഇൻറ്റു ഇൻ്റഗ്രൽ -p to p f(x) dx എന്ന്. അപ്പോൾ ഇവിടെ -p to p അല്ല, പകരം 1/p എന്ന് പറഞ്ഞാൽ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π/2 മുതൽ 3π/2 വരെ f(x)നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. which is equal to 1/π ഇൻറ്റു -π/2 to 3π/2നെ നമുക്ക് രണ്ട് ഇൻ്റർവെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സോ ഇൻ്റഗ്രൽ -π/2 to π/2, അവിടുത്തെ f(x) എന്ന് പറയുന്നത് x ആണ്. സോ x dx പ്ലസ് ഇൻ്റഗ്രൽ π/2 to 3π/2 f(x) എന്ന് പറയുന്നത് π - x dx, which is equal to 1/π ഇൻറ്റു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത x²/2 ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ -π/2 to π/2 പ്ലസ് π - xന് ഇൻ്റഗ്രേറ്റ് ചെയ്ത പൈൻ്റെ ഇൻ്റഗ്രൽ πx മൈനസ് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത x²/2 ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ π/2 to 3π/2. ഇനി ലിമിറ്റ് കൊടുക്കാം. 1/π ഇൻറ്റു എക്സിന് π/2 കൊടുത്താൽ π/2 2/2 മൈനസ് -π/2 2/2 പ്ലസ് പൈ ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് ആണ്. അപ്പോൾ പൈ ഇൻറ്റു 3π/2 മൈനസ് 3π/2 2/2 മൈനസ് പൈ ഇൻറ്റു π/2 മൈനസ് π/2 2/2. പിന്നെ എക്സ്പാൻഡ് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു π/2 എന്ന് പറഞ്ഞാൽ π²/4 ആണ്, /2 എന്ന് പറഞ്ഞാൽ π²/8 മൈനസ് π/2ൻ്റെ സ്ക്വയർ π²/4 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ π²/8 പ്ലസ് പൈ ഇൻറ്റു 3π/2 ദാറ്റ് ഈസ് 3π²/2 3π/2ൻ്റെ സ്ക്വയർ 9π²/4 താഴെ ഒരു 2 ഉണ്ട്, അപ്പോൾ 9π²/8 മൈനസ് പൈ മൈനസ് π/2 പൈ ഇൻറ്റു π/2 π²/2 മൈനസ് π²/, ഇപ്പോൾ π/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ π²/4 2 വരുമ്പോൾ π²/8 അവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് π/8 ആണ്. പക്ഷെ ഇവിടെ മൈനസ് ഓഫ് എന്നാണ് നടക്കുന്നത്, അപ്പോൾ മൈനസും കൂടെ പ്ലസ് π²/8 π²/8 മൈനസ് π²/8 ക്യാൻസൽ ചെയ്തു. ഇനി 3π²/2 മൈനസ് π²/2 2π²/2 മൈനസ് 9π²/8 പ്ലസ് π²/8 മൈനസ് 8π²/8 2 ക്യാൻസൽ ചെയ്ത π², 8 ക്യാൻസൽ ചെയ്തു π²,
പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ 0, 1 ബൈ പൈ ഇൻറ്റു 0 0. അപ്പോൾ എ നോട്ട് 0 ആണെന്ന് കിട്ടി. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എ എൻ ആണ്. എ എൻ കാണാനുള്ള ഫോർമുല 1 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു 3 പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എച്ച് ഡി എക്സ്. അതായത് എ എൻ ആണെങ്കിൽ 1 ബൈ പി ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പി ടു പി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൻ പൈ എക്സ് ബൈ പൈ ഇൻറ്റു ഡി എക്സ് എന്നാണ്. എൻ പൈ എക്സ് ബൈ പി ആണ് നമ്മുടെ ഫോർമുല. എൻ പൈ എക്സ് ബൈ പി ഡി എക്സ്. ഇവിടെ പി എന്ന് പറയുന്നത് പൈ ആണ്. അപ്പോൾ പൈയും പൈയും ക്യാൻസൽ ആവും. എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എസ് ഡി എക്സ് മതി. ഇനി ഇവിടെ നമുക്ക് മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2ന് പകരം ഇൻ്റർവൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 1 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2ൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് അടുത്ത ഇൻ്റർവൽ പൈ ബൈ 2 ടു 3 പൈ ബൈ 2. അവിടുത്തെ എഫ് ഓഫ് എക്സ് പൈ മൈനസ് എക്സ് ആണ്. അപ്പോൾ പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു ഇവിടെ എക്സും കോസ് എൻ എക്സും. ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ വരുന്നുണ്ട് എക്സിലുള്ളത്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ്. കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ് പ്ലസ് രണ്ടാമത്തെ ടേമിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പൈ മൈനസ് എക്സ്. ഇവിടെയും പൈ മൈനസ് എക്സ് കോസ് എൻ എക്സ് രണ്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ പൈ മൈനസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ പൈ ബൈ 2 ടു 3 പൈ ബൈ 2. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പൈ മൈനസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു ഇനി ഇതിന് ലിമിറ്റ് കൊടുക്കുകയാണ്. എക്സിന് ആദ്യം പൈ ബൈ 2 കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ പൈ ബൈ 2 ഇൻറ്റു സൈൻ എൻ പൈ ബൈ 2 ഡിവൈഡഡ് ബൈ എൻ മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മൈനസ് പൈ ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് മൈനസ് എൻ പൈ ബൈ 2 ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ ഓഫ് മൈനസ് എൻ പൈ ബൈ 2ന് പകരം മൈനസ് സൈൻ എൻ പൈ ബൈ 2 ബൈ എൻ എന്ന് എഴുതി. ഇവിടെ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 സൈൻ എൻ എക്സ് ബൈ എൻ. അപ്പോൾ ഈ 1 ബൈ എൻ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് 1 ബൈ എൻ എന്നാവും. പക്ഷേ സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? കോസ് എൻ എസ് ബൈ എൻ ആണ്. മൈനസ് കോസ് എൻ എസ് ബൈ എൻ ആണ്. അപ്പോൾ ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് 1 ബൈ എൻ ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ കോസ് എൻ എസ് ബൈ എൻ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 പ്ലസ് ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ പൈ മൈനസ് 3 പൈ ബൈ 2 ഇൻറ്റു സൈൻ 3n പൈ ബൈ 2 n ഇൻറ്റു 3 പൈ ബൈ 2 ആണ്. അതിന് 3n പൈ ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ n മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ പൈ മൈനസ് പൈ ബൈ 2 ഇൻറ്റു സൈൻ n പൈ ബൈ 2 ബൈ n. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് സൈനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പ്ലസ് 1 ബൈ n പുറത്തേക്ക് വരും. സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ആണ്. സോ അടുത്ത പ്ലസും ആ മൈനസും കൂടെ മൈനസ് 1 ബൈ n പുറത്തേക്ക് എടുത്തു. സൈനിൻ്റെ ഇൻ്റഗ്രൽ കോസ് എൻ എസ് ബൈ എൻ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ പൈ ബൈ 2 ടു 3 പൈ ബൈ 2. ഇനി ബാക്കിയുള്ള ടേംസിന് നമ്മൾ ഒരുമിച്ചാക്കിയിട്ട് എഴുതാം. അപ്പോൾ 1 ബൈ പൈ ഇൻറ്റു ഇവിടെ ഉള്ളത് പൈ ബൈ 2n സൈൻ എൻ പൈ ബൈ 2 പ്ലസും മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. ഇവിടെ മൈനസ് സൈൻ എൻ പൈ ബൈ 2. അപ്പോൾ പൈ ബൈ 2 സൈൻ എൻ പൈ ബൈ 2 മൈനസ് പൈ ബൈ 2n സൈൻ എൻ പൈ ബൈ 2 പ്ലസ് 1 ബൈ എൻ സ്ക്വയർ. ഈ എന്നെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 1 ബൈ എൻ സ്ക്വയർ ഇൻറ്റു ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പോൾ കോസ് എൻ പൈ ബൈ 2 മൈനസ് കോസ് ഓഫ് മൈനസ് എൻ പൈ ബൈ 2 എന്ന് വരും. പ്ലസ് ഇവിടെ പൈ മൈനസ് 3 പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ 2 പൈ മൈനസ് 3 പൈ മൈനസ് പൈ ബൈ 2n സൈൻ 3n പൈ ബൈ 2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പൈ മൈനസ് പൈ ബൈ 2. അപ്പോൾ മൈനസ് പൈ ബൈ 2 ഈ n കൂടെ ഇങ്ങോട്ട് എഴുതി. അപ്പോൾ മൈനസ് പൈ ബൈ 2n സൈൻ എൻ പൈ ബൈ 2 മൈനസ് 1 ബൈ ഈ n ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ മൈനസ് 1 ബൈ n സ്ക്വയർ ഇൻറ്റു ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ കോസ് 3n പൈ ബൈ 2 മൈനസ് കോസ് എൻ പൈ ബൈ 2 എന്ന് വരും. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമും തമ്മിൽ ക്യാൻസൽ ചെയ്തു, കാരണം പ്ലസും മൈനസും ആണ്. ഇനി ഇവിടെ വരുന്നത് ബാക്കിയുള്ള ടേംസ് ശ്രദ്ധിക്കാൻ നോക്കുക. 1 ബൈ എൻ സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ ബൈ 2 മൈനസ് കോസ് ഓഫ് മൈനസ് എൻ പൈ ബൈ 2 എന്നുണ്ട്.
കോസ് ഓഫ് മൈനസ് തീറ്റ പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ ഈ ടേം കോസ് എൻ പൈ ബൈ 2 എന്നാവും. ഇപ്പോൾ കോസ് എൻ പൈ ബൈ 2 മൈനസ് കോസ് എൻ ബൈ 2 ഇത് 0 ആയിപ്പോയി. ഇനി മൈനസ് പൈ ബൈ 2n സൈൻ 3n പൈ ബൈ 2 മൈനസ് പൈ ബൈ 2n സൈൻ എൻ പൈ ബൈ 2 എന്നുണ്ട്. നമുക്കറിയാം സൈൻ 3n പൈ ബൈ 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് സൈൻ എൻ പൈ ബൈ 2 ആണ്. സൈൻ 3n പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ എൻ പൈ ബൈ 2 ആണ്. അപ്പോൾ ആ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി പൈ ബൈ 2n സൈൻ 3n പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എൻ പൈ ബൈ 2 മൈനസ് മൈനസ് പ്ലസ് പൈ ബൈ 2n സൈൻ എൻ പൈ ബൈ 2. അപ്പോൾ പൈ ബൈ 2 സൈൻ എൻ പൈ ബൈ 2 മൈനസ് പൈ ബൈ 2n സൈൻ എൻ പൈ ബൈ 2 രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്തു. ഇവിടെ മൈനസ് 1 ബൈ എൻ സ്ക്വയർ ഇൻറ്റു കോസ് 3n പൈ ബൈ 2 മൈനസ് കോസ് എൻ പൈ ബൈ 2. കോസ് 3n പൈ ബൈ 2ൻ്റെ വാല്യൂ കോസ് എൻ പൈ ബൈ 2ൻ്റെ വാല്യൂ ഈക്വൽ ആണ്. സോ ഇത് രണ്ടും സെയിം ആണ്, 0 ആയിപ്പോയി. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു എല്ലാ ടേമും 0 ആണ്. അപ്പോൾ ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എ നോട്ട് 0 എന്ന് കിട്ടി, എ എൻ 0 എന്ന് കിട്ടി. ഇനി ഒരു കോഎഫിഷ്യൻ്റ് കൂടെ കണ്ടുപിടിക്കാനുണ്ട്, ബി എൻ. ബി എൻ കാണാനുള്ള ഫോർമുല എന്താണ്? 1 ബൈ പി ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പി ടു പി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എച്ച് ഡി എച്ച് എന്നാണ്. പക്ഷെ ഇവിടെ പൈ ആണ് പീരീഡ്. സോ സൈൻ എൻ പൈ എച്ച് ബൈ പൈ എന്ന് വേണ്ട, പകരം സൈൻ എൻ എച്ച് എന്ന് മാത്രം മതി. ഇപ്പോൾ ബി എൻ ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു 3 പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എച്ച് ഡി എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു ഇവിടെ നമുക്ക് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാനുണ്ട്. മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2ഉം പൈ ബൈ 2 ടു 3 പൈ ബൈ 2 ആണ്. അപ്പോൾ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 എക്സ് ഇൻറ്റു സൈൻ എൻ എച്ച് ഡി എച്ച് പ്ലസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3 പൈ ബൈ 2 ആ ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് പൈ മൈനസ് എച്ച് ആണ്. അപ്പോൾ y മൈനസ് എച്ച് ഇൻറ്റു സൈൻ എൻ എച്ച് ഡി എക്സ് ഇറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു ഇവിടെയും എച്ച് സൈൻ എൻ എച്ച് ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ എച്ച് ഇൻറ്റു സൈൻ എൻ എച്ചിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എച്ച് ബൈ എൻ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുത്തു മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എച്ചിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് സൈൻ എൻ എച്ചിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എച്ച് ബൈ എൻ ഡി എക്സ് പ്ലസ് ഇനി ഇവിടെ അടുത്ത ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ നമ്മൾ ഈ 1 ബൈ പൈ രണ്ടെണ്ണത്തിന് കോമൺ ആണ്. അപ്പോൾ അഗെയിൻ ഇത് നമ്മൾ ക്ലോസ് ചെയ്തു, അടുത്തത് 1 ബൈ പൈ ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 ബൈ പൈ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ പൈ മൈനസ് എച്ച് ഇൻറ്റു സൈൻ എൻ എച്ചിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എച്ച് ബൈ എൻ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ പൈ ബൈ 2 ടു 3 പൈ ബൈ 2. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പൈ മൈനസ് എച്ചിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് സൈൻ എൻ എച്ചിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എച്ച് ബൈ എൻ ഡി എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്ത് വരും? ഇവിടെ നോക്കുക മൈനസ് എച്ച് ബൈ എൻ, എച്ച് ബൈ എൻ ഇങ്ങോട്ട് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ മൈനസ് എച്ച് ബൈ മൈനസ് 1 ബൈ എൻ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എക്സിന് പൈ ബൈ 2 എന്ന് കൊടുത്താൽ എന്ത് വരും? മൈനസ് ഈ മൈനസ് ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ മൈനസ് പൈ ബൈ 2n കോസ് എൻ പൈ ബൈ 2 മൈനസ് എക്സിന് മൈനസ് പൈ ബൈ 2 എന്ന് കൊടുക്കുക. അപ്പോൾ മൈനസ് പൈ ബൈ 2 ഇൻറ്റു മൈനസ് പൈ ബൈ 2n ഇൻറ്റു കോസ് എൻ പൈ ബൈ 2. അപ്പോൾ ആ മൈനസും മൈനസും കൂടെ പ്ലസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ. അപ്പോൾ പൈ ബൈ 2n കോസ് ഓഫ് മൈനസ് എൻ പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 ആണ് ലോവർ ലിമിറ്റ്. അപ്പോൾ കോസ് ഓഫ് മൈനസ് എൻ പൈ ബൈ 2 മൈനസും മൈനസും കൂടെ പ്ലസ് ആയി 1 ബൈ എൻ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 1 ബൈ എൻ ഇൻറ്റു കോസ് എൻ എച്ചിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എച്ച് ബൈ എൻ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 പ്ലസ് 1 ബൈ പൈ ഇൻറ്റു പൈ മൈനസ് എച്ചിന് 3 പൈ ബൈ 2 എന്ന് കൊടുക്കുക. അപ്പോൾ പൈ മൈനസ് 3 പൈ ബൈ 2 ഇൻറ്റു മൈനസ് കോസ് 3n പൈ ബൈ 2 ബൈ എൻ എന്നുണ്ട്. ഈ എൻ നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ മൈനസ് 1 ബൈ എൻ ഇത് ഈ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ മൈനസ് 1 ബൈ എൻ ഇൻറ്റു പൈ മൈനസ് 3 പൈ ബൈ 2 ഇൻറ്റു കോസ് 3n പൈ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ പൈ മൈനസ് പൈ ബൈ 2 ഇൻറ്റു കോസ് 3n പൈ ബൈ 2 ബൈ എൻ. കാരണം ഈ മൈനസ് 1 ബൈ എൻ പുറത്ത് കിടക്കുന്നുണ്ട്. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് 1 ബൈ എൻ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ മൈനസ് 1 ബൈ എൻ ഈ മൈനസ് അവിടെ തന്നെ ഉണ്ട്, മൈനസ് മൈനസ് പ്ലസ് ആയി മൈനസ് 1 ബൈ എൻ ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എച്ച് ബൈ എൻ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ പൈ ബൈ 2 ടു 3 പൈ ബൈ 2 ഇനി വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു ഇത് മൈനസ് പൈ ബൈ 2n കോസ് എൻ പൈ ബൈ 2 മൈനസും പ്ലസും കൂടെ മൈനസ് ആണ്. കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെ. അപ്പോൾ മൈനസ് പൈ ബൈ 2n കോസ് എൻ പൈ ബൈ 2 പ്ലസ് ഇവിടെ ഈ n പുറത്തേക്ക് എടുത്താൽ 1 ബൈ എൻ സ്ക്വയർ സൈൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ സൈൻ എൻ പൈ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ്
സൈൻ ഓഫ് മൈനസ് എൻ പൈ ബൈ ടു പ്ലസ് 1/π ഇൻറ്റു ഇനി ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ് n കൊണ്ട്. അപ്പോൾ പൈ മൈനസ് 3π/2 എന്ന് പറഞ്ഞാൽ എന്താണ് 2π മൈനസ് 3π 2π മൈനസ് 3π എന്ന് പറഞ്ഞാൽ -π/2 ഇൻറ്റു -1/n -π/2 ഇൻറ്റു -1/n എന്ന് പറഞ്ഞാൽ മൈനസ് മൈനസ് പ്ലസ് ആയി π/2n കോസ് 3nπ/2 പൈ മൈനസ് π/2 എന്ന് പറഞ്ഞാൽ 2π മൈനസ് പൈ ഇത് π/2 അപ്പോൾ -π/2 എന്നുണ്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട് അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് π/2n കോസ് nπ/2 മൈനസ് ഇതൊന്ന് എന്നെ പുറത്തേക്ക് എടുക്കാം അപ്പോൾ മൈനസ് 1/n² ഇൻറ്റു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ സൈൻ 3nπ/2 മൈനസ് സൈൻ nπ/2 വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ടേംസ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ് -π/2n മൈനസ് രണ്ട് ടേം സെയിം ആണ് -π/2n കോസ് nπ/2 -π/2n കോസ് nπ/2 അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -2π/2n കോസ് nπ/2 പ്ലസ് 1/n² ഇൻറ്റു സൈൻ nπ/2 മൈനസ് സൈൻ ഓഫ് മൈനസ് nπ/2 സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ് അപ്പോൾ മൈനസും മൈനസും പ്ലസ് സൈൻ nπ/2 എന്നായി സൈൻ nπ/2 പ്ലസ് സൈൻ nπ/2 2 സൈൻ nπ/2 പ്ലസ് π/2n ഈ രണ്ട് ടേമിലും 1/π ഉള്ളത് കൊണ്ട് 1/π ഒരുമിച്ച് എഴുതി. അപ്പോൾ ഇനി ഇവിടെ 1/π എക്സ്ട്രാ കൊടുക്കണ്ട കാരണം രണ്ടും കൂടെ ഒരുമിച്ച് എഴുതിയതാണ്. അപ്പോൾ π/2n കോസ് 3nπ/2 കോസ് 3nπ/2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാലും കോസ് nπ/2ഉം സെയിം ആണ്. അപ്പോൾ കോസ് 3nπ/2ന് പകരം കോസ് nπ/2 എന്ന് എഴുതി പ്ലസ് π/2n കോസ് nπ/2 മൈനസ് 1/n² സൈൻ 3nπ/2ൻ്റെ വാല്യൂ മൈനസ് സൈൻ nπ/2 ആണ്. അപ്പോൾ ഈ മൈനസും മൈനസും കൂടെ പ്ലസ് 1/n² ഇത് മൈനസ് സൈൻ nπ/2 ആവും മൈനസ് സൈൻ nπ/2 മൈനസ് സൈൻ nπ/2 മൈനസ് 2 സൈൻ nπ/2 മൈനസും മൈനസും കൂടെ പ്ലസ് 1/n² 2 സൈൻ nπ/2 എന്നായി. ഇനി വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇത് മൈനസ് 2π/2n കോസ് nπ/2 ഇത് 2/n² സൈൻ nπ/2 വാല്യൂ π/2n കോസ് nπ/2 പ്ലസ് π/2n കോസ് nπ/2 2π/2n കോസ് nπ/2 ഈ വാല്യൂ 2/n² സൈൻ nπ/2. അപ്പോൾ ഫസ്റ്റ് ടേമും തേർഡ് ടേമും തമ്മിൽ ക്യാൻസൽ ചെയ്തു രണ്ടും സെയിം ആണ്. ബാക്കി വരുന്നത് 2/n² സൈൻ nπ/2 പ്ലസ് 2/n² സൈൻ nπ/2. അപ്പോൾ മുകളിൽ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്യാം 2 + 2 4/n² പൈ ഇവിടെ ഒരു പൈ ഉണ്ട് അപ്പോൾ 1/π ഇൻറ്റു 4/n² സൈൻ nπ/2 എന്നാണ്. അതിന് നമുക്ക് 4/n² പൈ സൈൻ nπ/2 എന്ന് എഴുതാം. ഈ വാല്യൂസാണ് ഇവിടെ നമ്മൾ ഇടയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി a0 an bnൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos ns പ്ലസ് bn sin ns ആണ്. a0ൻ്റെ വാല്യൂ 0 അപ്പോൾ 0/2 0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an 0 ആണ്. bnന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 4/n² പൈ ഇൻറ്റു സൈൻ nπ/2 ഇൻറ്റു എന്തുണ്ട് bn സൈൻ ns എന്നുണ്ട് സൈൻ ns വിച്ച് ഇസ് ഈക്വൽ ടു 0 പ്ലസ് ഉള്ളതുകൊണ്ട് അത് എഴുതണ്ട സിഗ്മ n ഈക്വൽ ടു 1 to infinity ഇവിടെ 0 പ്ലസ് ഈ ടേം ആണ്. അപ്പോൾ 4/n² പൈ സൈൻ nπ/2 ഇൻറ്റു സൈൻ ns. ഇനി ഈ ടേമിൽ n ഈക്വൽ ടു 1 to infinity എന്ന് കൊടുക്കുക. ഫസ്റ്റ് n ഈക്വൽ ടു 1 ഇവിടെ 4/π കോൺസ്റ്റൻ്റ് ആണ് അത് നമ്മൾ വെളിയിലേക്ക് എടുത്തു. ഇനി n ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ 4/1 4 നമ്മൾ നോക്കണ്ട അപ്പോൾ 1/n². അപ്പോൾ 1/1² 1/1 സൈൻ π/2 ഇൻറ്റു സൈൻ എക്സ് സൈൻ π/2ൻ്റെ വാല്യൂ 1 ഇൻറ്റു സൈൻ എക്സ് സൈൻ എക്സ്. ഇനി n ഈക്വൽ ടു 2 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ n ഈക്വൽ ടു 2 ആകുമ്പോൾ 2π/2 എന്നാവും 2 2 ക്യാൻസൽ ആവും സൈൻ പൈൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ അത് ഉണ്ടാവില്ല. ഇനി n ഈക്വൽ ടു 3 എന്ന് കൊടുക്കുമ്പോൾ 1/3² പൈ ദാറ്റ് ഈസ് 1/9 പൈ പുറത്തുണ്ട് 4/π ബാക്കിയുള്ളത് 1/3² 1/9 സൈൻ 3π/2 ആണ്. സൈൻ 3π/2ൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ ഇത് മൈനസ് സൈൻ 3x പിന്നെ അടുത്ത 4 ഉണ്ടാവില്ല 5 ഉണ്ടാവുള്ളൂ. അപ്പോൾ 1/5² ആണ്. ദിസ് 1/25 സൈൻ 5x മൈനസ് നമുക്ക് അടുത്തത് വരിക 1/7² എന്നാണ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് പോകും.